എന്താ സംഭവം അറിയില്ല, ഞാനിപ്പോ എത്തിയുള്ളൂ. പ്രേക്ഷക വിധി പ്രകാരം നൂറ ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തായിരിക്കുന്നു. ഇപ്പൊ നിനക്കൊരു കാര്യം മനസ്സിലായ, കൊടുത്താ പണി കൊല്ലത്തും കിട്ടൂന്ന്. നൂറ, വെൽക്കം ടു ലൈൻ. ഹായ്, എങ്ങനെ ഉണ്ടായിരുന്നു ബിഗ് ബോസ്? അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. എനിക്ക് തോന്നുന്നു ഇവിടെയും നിങ്ങൾ തമ്മിൽ ഭയങ്കര മനപ്പൊരുത്തായിരുന്നു അല്ലേ? രണ്ടുപേരും മിഡ് വീക്ക് എവിക്ഷൻ. അതങ്ങനെ ദൈവത്തിന് നിരക്കാത്ത പണിയല്ലയോ കാണിച്ചു. ഇന്ന് എവിക്റ്റ് ആവുമെന്ന് വിചാരിച്ചിരുന്നു? എനിക്കൊരു ഇൻസ്റ്റിങ്ക്ട് ഉണ്ടായിരുന്നു, ഞാൻ എവിക്റ്റ് ആവും. അയ്യോ, എന്നെ കൊന്ന് കടലിൽ താക്കരുത്. നിന്നെ കടലിൽ താത്തിയ ഞങ്ങളെ പോലീസ് പിടിക്കും. കൊലപാതക കേസല്ല, കടലിൽ വിഷം കലക്കി. ശരിയാ, ഈ സാധനത്തിന് വെള്ളത്തിലിട്ടാലേ സകല മീനുകളും ചത്തു പൊങ്ങും. ഇറങ്ങാൻ നേരത്തെ അനുമോൾ എന്തോ സോറി പറയണ്ടായിരുന്നല്ലോ, എന്തായിരുന്നു കാര്യം? അത് ആക്ച്വലി ഒരു ഫൈറ്റ്, എപ്പോഴും നമ്മൾ ഇടയിൽ ഫൈറ്റ് ഉണ്ടാവും. ഇനി പറഞ്ഞിട്ട് കാര്യം നമുക്ക് വേറെല്ലാം പറയാം. എങ്ങനെയുണ്ടായിരുന്നു റീ എൻട്രി? എല്ലാരും വന്നപ്പോ ഹൗ വാസ് ഇറ്റ്? എല്ലാവരും വന്ന് ഭയങ്കര സന്തോഷമായി. ഞങ്ങൾ ഒരുമാതിരി വരണ്ട മരുഭൂമി പോലെ ഇരിക്കായിരുന്നു. ദോഷം പറയരുതല്ലോ, വളരെ ബുദ്ധിപൂർവമായ നീക്കത്തിലൂടെയാ അവരെന്നെ പെരുമാറിയത്. എനിക്ക് ഈ ഒരു സംഭവം, ഈ ഒരു റിയാലിറ്റി ഷോ എനിക്ക് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആരാണ് എന്നുള്ളത് എനിക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യേണ്ടിയിരുന്നു ഒന്നും കൂടെ. നല്ല ബെസ്റ്റ് മോളാ, ഇതിന്റെ ഒരു വിത്ത് കിട്ടോ? ഞങ്ങളുടെ ഈ സൈസ് ഇല്ല. അങ്ങനെ പ്രത്യേകിച്ച് സ്ട്രാറ്റജീസ് ഒന്നും ഞങ്ങൾ ബിൽഡ് ചെയ്തിട്ടില്ല. പക്ഷെ എല്ലാവരുമായിട്ട് കണക്റ്റഡ് ആവണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്നും. നിങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ ഏണ്ട പണി എന്താ അതിനകത്ത്? അതിൻ്റെ അകത്ത് ഏണ്ട പണി എന്ന് പറയുന്നത് ഡ്രസ്സ് കിട്ടാത്തത്. ഞാൻ എങ്ങനെ വേണമെങ്കിലും ജീവിച്ചോളാം നിങ്ങളുടെ കൂടെ. ഓക്കേ, നൂറ അത്യാവശ്യം ദേഷ്യം വരുന്ന ആളാണോ? എനിക്ക് നല്ല എക്സ്ട്രീം ദേഷ്യം വരും. ഞാൻ കാണുന്ന തൊട്ട് ഞാൻ പാവൊന്നുമല്ല. ആരാ പറഞ്ഞു നമുക്ക് അങ്ങനെ ഒരു തോന്നലേ ഇല്ല. ഞാൻ അത്ര പാവൊന്നുമല്ല, ഇടഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും കൊന്നിട്ട് ഞാൻ അവസാനിപ്പിക്കൂ. അതിലെ മാറ്റി നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ആരായിരുന്നു ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ആള്? ക്ലോസ് ആയിട്ടുള്ളത് ഒന്ന് ശൈത്യ. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? ആകെയുള്ളൊരു തൊട്ടിക്കൂട്ടുകാരൻ. അനുമോളും നമ്മളെ ഐഡിയോളജി, പിന്നെ അനുമോള് പറയുന്ന കുറെ കാര്യങ്ങൾ, അതൊന്നും നമുക്ക് ഒട്ടും യോജിക്കാൻ പറ്റാത്ത കുറെ കാര്യങ്ങൾ. മണ്ടത്തരമാണ്, വിളിച്ച് പറഞ്ഞോണ്ടിരിക്കും. നിനക്ക് എന്തോ ഒരു അപ്പവും കടലക്കറിയും മേടിച്ചാ നടാ ഞാൻ.